അത് കത്രിയല്ല, അത് മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രിയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണെന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഓർമ്മ? 20 വർഷം മുമ്പോ അല്ല 30 അനങ്ങാതിരിക്കാം. ഇത് പാക്ക് ഇരിക്കാം, ഇത് ഇരിക്കാം. പിന്നെ വേറെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിക്കല്ലിൻ്റെ അസുഖത്തിന് അതിൻ്റെ വേദനയാണ്. ഈ സർജറി ചെയ്തത് അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. എടാ, ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ല, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നുകൊണ്ട് ഒന്നും ഇത് പണ്ട് 20 കൊല്ലം വെച്ചതും ആകാം. ഇപ്പോൾ വെച്ചാന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതുന്നില്ല? എഴുതാനുള്ള സ്റ്റാഫില്ല. ആ സ്റ്റാഫ് എഴുതണം, എഴുതി കഴിഞ്ഞാൽ ഡോക്ടറും കൂടെ ചേർന്ന് ചെക്ക് ചെയ്യണം. അതിനുള്ള സിസ്റ്റം നമുക്കില്ല. അതിനി ഇതുകൊണ്ടെങ്കിലും ഗവൺമെന്റിൽ അത് വന്നാൽ നല്ലത്. എത്ര വലിയൊരു മെഡിക്കൽ നെഗ്ലിജൻസിനെയാണ് ഇവർ ഇത്ര സിംപ്ലിഫൈ ചെയ്ത് സംസാരിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് കേരള സർക്കാരിനോടാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അവരുടെ എക്യുപ്മെന്റ്സ്, ആ പറയുന്ന ടൂൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണി അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഒരു സ്റ്റാഫ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയോട് പറയുകയാണ്, ഇതിനിപ്പോ നഴ്സിംഗ് പഠിച്ചതോ അല്ലെങ്കിൽ MBBS ഡോക്ടറിനെ ഒന്നും വേണമെന്നില്ല. നമ്മുടെ ആ ആശാ വർക്കർമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂലിപ്പണി ചെയ്യുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ ഓപ്പറേഷൻ നടക്കുന്ന ഒരു ദിവസത്തിനെങ്കിലും പേയ്മെന്റ് കൊടുത്തിട്ട് അവരുടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്ന് നിർത്തി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് എണ്ണി നോട്ട് ചെയ്ത് വെക്കാനായിട്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ പൊന്നു ഡോക്ടർ, നിങ്ങൾക്ക് നാണമില്ലേ? ഇത്രയും വലിയൊരു പാകപ്പഴ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ട് അതിനെ നിന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട്? അത് കത്രികയല്ല, രക്തക്കുഴലിൽ ഉണ്ടാക്കാനുള്ള ചെറിയ സാമാനമാണെന്നോ? ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും ഇത് അകത്ത് വെച്ച് തുന്നിക്കെട്ടിയത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ MBBS പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ ചില കാര്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനു മുമ്പും പല ശസ്ത്രക്രിയകൾ അവർ നടത്തിയിട്ടുണ്ടെന്ന്. അതായത് ഒരാൾ കയറി വന്നപ്പോൾ നേരെ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയ ചെയ്യുകയാണോ ചെയ്യുന്നത്? അവരെ സ്കാൻ ചെയ്യാറില്ലേ? അവരുടെ എക്സ്റേ എടുക്കാറില്ലേ? ഇതൊന്നും ചെയ്യാതെയാണോ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയോണ്ട് കിടത്തി ശസ്ത്രക്രിയ ചെയ്ത് തുന്നിക്കെട്ടി വിട്ടത്? അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനൊരു സംഭവം അകത്തുള്ളത് അറിയാതെ പോയത്. പിന്നെ അതിനുശേഷം നിങ്ങൾ പറയുന്നത് 10-20 വർഷമായിട്ട് ചിലപ്പോൾ അത് അതിനകത്ത് ഇരിക്കുന്നതായിരിക്കും. ഇനി അതിന്റെ കെമിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വേണം ഇതിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. നാണം വേണം, ഇച്ചിരി ഉളുപ്പ് വേണം. നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷനോട് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പിന്നെ അത് അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി, നിങ്ങളുടെ ശരീരം അങ്ങോട്ട് കുത്തി കീറിയിട്ട് ഇതുപോലുള്ള കുറെ സാധനം അകത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് തുന്നിക്കെട്ടിട്ട് നിങ്ങൾ കൊണ്ട് നടന്നോണ്ടേ. നിങ്ങളുടെ ഈ തെറ്റിന്റെ ബലം ഒന്നും മറ്റുള്ളവർ അനുഭവിക്കേണ്ട കാര്യമില്ല. ആരോഗ്യമന്ത്രിയോടാണ് പറയുന്നത്, ഇതുപോലെയുള്ള ആളുകൾക്ക് ഇത്രയധികം വലിയൊരു തെറ്റ് സംഭവിച്ചിട്ട് പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഇതിനകത്തൂടെ പറയാനുള്ളത്.